ഹലോ ഗൈസ്, നമുക്കൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ നമ്മുടെ സ്റ്റാർ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇവിടെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് സവാള വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊട്ടറ്റോ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ആ കുരുമുളക് പൊടിയൊക്കെ ആ ചിക്കനിലേക്കും കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ചിക്കൻ വേവിക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലിലാണ് കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് തന്നെ അത് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇടയ്ക്കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ചാറൊക്കെ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റിന് വേണ്ടിയിട്ട് കാഷ്യൂനട്ട് ഒരല്പം സമയം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങാപ്പാലിൻ്റെ 1ാം പാലാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം നമ്മളിത് ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ സ്റ്റൂ ആണേ.